ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒട്ടകത്തിനെ കൊടുക്കുകയാണ്. ഒട്ടകത്തിനെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒട്ടകം ചെറുത് വലുതായി നമ്മുടെ അമ്മ ഒട്ടകത്തിൻ്റെ അത്ര തന്നെ ആയി. അപ്പോൾ നമ്മുടെ അടുത്ത് രണ്ടാൾക്കുള്ള സ്പേസ് നമ്മുടെ അടുത്തില്ല. അപ്പോൾ നമ്മൾ ഒരാളെ ഒഴിവാക്കിയേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് മേറ്റ് ചെയ്ത് രണ്ടാമത് നമുക്ക് പ്രസവിപ്പിക്കുകയൊക്കെ ചെയ്യാമല്ലോ. കുട്ടിയാവുമ്പോൾ പ്രശ്നമില്ല, വലുതാകുമ്പോൾ രണ്ടാളെ മുന്നോട്ട് കൊണ്ടുപോയി കുറച്ച് പാടാണ്. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിന് നമ്മളെ ഇഷാമിന് ഒട്ടകത്തിന് ആവശ്യമുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങോട്ടേക്ക് എന്നാൽ നമുക്ക് രണ്ടാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടായി. നമ്മളെല്ലാ ജീവികളും നമ്മൾ രണ്ടാളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്. നമ്മൾ പിന്നെ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇപ്പോൾ രാത്രിയാണ് ഒട്ടകത്തിനെ കയറ്റുന്നത്. അപ്പോൾ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. നമ്മളിവിടുത്തെ നൊക്ടോണൽ ആനിമൽസിൻ്റെ രാത്രി എങ്ങനെയാണ് ഇവരുടെ ഇരപിടിക്കുന്ന രീതിയും കാര്യങ്ങളെല്ലാം കാണിക്കണമെന്ന് പിന്നെ മുന്നേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഇതുവരെ കാണിച്ചില്ല. പെറ്റ് സ്റ്റേഷൻ്റെ ഒരു നൈറ്റ് വൈബ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ അവർ ഇരപിടിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് മൈസിനെ ഫീഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇവർ രാത്രി പിടിക്കുന്നത്. അതുപോലെ ഇപ്പോൾ രാത്രി നമുക്ക് ലൈറ്റ് ഒന്നും ഓൺ ചെയ്യാണ്ട് മെല്ലെ പോയിട്ട് അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് കാണാം. ഇതിൽ നമുക്ക് ശരിക്കും മനസ്സിലാവുമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ലൈറ്റെല്ലാം ഓഫാക്കിയിട്ടാണ് പുറത്തുള്ളത്. അതാണ് നമ്മളിപ്പോൾ ഓഫീസിൽ നിന്ന് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ഓഫീസ് ഇതുവരെ കാണിച്ചിട്ടാന്ന് തോന്നുന്നു അവന്. ഓക്കെ, ഇതാണ് നമ്മുടെ പെറ്റ് സ്റ്റേഷൻ്റെ ഓഫീസ് കേട്ടോ. ഞാൻ മുന്നേ താമസിച്ച വീടാണിത്. ഞാനിവിടെ നിന്ന് എന്താ പറയുക, എൻ്റെ ഒരു സ്വപ്നമാണ് ഈ പെറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പെറ്റ്സിൻ്റെ നടുവിലായിട്ട് ഈ വീട്ടിലാണ് 4 വർഷം താമസിച്ചത്. പിന്നെ നമ്മളിങ്ങനെ ഒരു പബ്ലിക് പാർക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നപ്പോൾ നമ്മൾ മെല്ലനെ വീട്ടിലേക്ക് തന്നെ താമസം മാറി. പിന്നെ ഇതൊരു വീടായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു വീടാണ്, ആകെ 700 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഫാമിലിയായിട്ട് വളരെ അടിപൊളിയായിട്ട് ജീവിച്ചൊരു സ്ഥലം. അപ്പോൾ പിന്നെയാണ് നമ്മളിങ്ങനെ ഒരു പബ്ലിക് പാർക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നത്. പിന്നെ അത് മാറി. അപ്പോൾ പിന്നെ കുറേ കാലം ഇവിടെ വീടായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ഓഫീസിൻ്റെ ആവശ്യം വന്നു. എപ്പം വന്നു കഴിഞ്ഞാലും നമ്മളിവിടെ വന്നിരുന്ന് സംസാരിക്കാനൊന്നും ഒരു സ്ഥലമില്ല. അതുപോലെ നമുക്ക് പിന്നെ ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു സ്പേസ് ഇല്ലാണ്ട് വന്നപ്പോൾ നമ്മൾ ആ വീട് എന്നെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മളിതൊരു ഓഫീസാക്കിയാണ് കേട്ടോ. ഓഫീസിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ ആവശ്യമുള്ള സിസ്റ്റവും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നിട്ടുള്ള കുറേ സംഭവങ്ങൾ, ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നല്ലേ, ഇത് നമ്മുടെ ഒരു ജഡ്ജ് വരച്ചിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നു കേട്ടോ. നമ്മുടെ പീജിയൻ ജഡ്ജ് എന്നാ എന്താ പെയിൻറ്റിങ്സ് നോക്കിയാൽ ബൊക്കാറോ ട്രംപറ്റൽ ഇത് കുറേ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അതെല്ലാം വരച്ചതാ. അങ്ങനെയുണ്ട്, നല്ല ജീവനുള്ള പിക്ചറല്ല. അതുപോലെ ഇംഗ്ലീഷ് ട്രംപറ്റൽ ഇതെല്ലാം ഞാൻ ഫ്രെയിം ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഫ്രെയിം ചെയ്തിട്ട് വെക്കാം. ഇത് നമുക്ക് കിട്ടിയിട്ട് അത്രേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ വെച്ചതാണ്. അതേപോലെ നമ്മുടെ കുറേ സംഭവങ്ങൾ, പിന്നെ കുറച്ച് എന്താ പറയുക, ഇതൊന്നും പൈസ കൊടുത്ത് വാങ്ങിയല്ല കേട്ടോ, എല്ലാം കിട്ടിയതോ. അതേപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എന്താ പറയുക, നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രതീകം നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലമാണ് നമുക്ക് ഈ പ്ലേ ബട്ടൺ കിട്ടിയത്. അത് നമ്മൾ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും നമുക്ക് എല്ലാ ദിവസവും ഓർമ്മയുണ്ട് കേട്ടോ. ഓക്കെ, ഇതെല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങളാണ് നമ്മളെ എന്താ പറയുക, ഇന്ന് നമ്മൾ ഇത്രത്തോളം വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവരും ഇതേപോലെ നമുക്ക് ഇഷ്ടത്തോടെ നമുക്ക് വരച്ചുകൊണ്ട് തന്ന കുറേ പിക്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം എനിക്കിവിടെ വെക്കാനൊന്നും പറ്റിയില്ല. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത് 2 ഏരിയ ആയിട്ട് ചെയ്തിട്ടില്ല. ഇതൊന്ന് ഓഫീസും ഒന്നൊരു ലിവിങ് ഏരിയയും കൂടി ചെയ്തിട്ടുണ്ട്. ആ ലിവിങ് ഏരിയയും കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അതേപോലെ നമ്മളിവിടെ ഇതെല്ലാം നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് കേട്ടോ. ജാഗ്വർ ഇതെല്ലാം നമ്മൾ ആഗ്രഹം, നമുക്കിവിടെ വളർത്താൻ പറ്റാത്തതുകൊണ്ട് ഇതിൻ്റെ പ്രതിമ വെച്ചിട്ട് തൽക്കാലം നമ്മൾ നിർവൃതി അടയും അല്ലേ. ഓക്കെ, അതേപോലെ നമ്മളെ ടൂൾസ്, ഇതെല്ലാം നമ്മളെ പണി സാധനങ്ങളെ രാജാവേ. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല ലിവിങ് ഏരിയയിലേക്ക് പോവാം. വാ, ഇത് പിന്നെ നമ്മളൊരു ചെറിയ കിച്ചൺ പോലെല്ലാം സെറ്റ് ചെയ്തിട്ട് കേട്ടോ. അതിനൊന്ന് വൃത്തിയാക്കുന്ന നമ്മളെപ്പോൾ വൃത്തിയെപ്പോൾ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇവിടെ ചെറിയൊരു നമുക്ക് വേണ്ടുന്ന പാൻട്രി സെറ്റപ്പ്. ഓക്കെ, ഒരു ചെറിയ വാഷ്റൂമും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ലിവിങ് ഏരിയ ഇതാണ് കേട്ടോ. ഇത് പെറ്റ്സിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് പെറ്റ് സ്റ്റേഷൻ്റെ ഓഫീസ് കാണിക്കുന്ന ആരും വിചാരിച്ചൊക്കെയല്ലേ, യാദൃശ്ചികമായിട്ട് അങ്ങനെ വന്നത് കൊണ്ടൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചാൽ കേട്ടോ. ഇതെല്ലാം പിന്നെ പെറ്റ് സ്റ്റേഷൻ്റെ ഒരു ഭാഗമല്ലേ. ഇതാ ഇത് എനിക്ക് തിന്നാനല്ല കേട്ടോ, നമ്മുടെ പെറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതെല്ലാം കറക്റ്റ് ഇങ്ങനെ വരും. ഇതാ ആദ്യം ഓഫീസിൽ വന്ന് ഇവിടുന്ന് നമ്മളെല്ലായിടത്തേക്കും കൊണ്ടുപോകാം. ഇപ്പം ബാക്കിയെല്ലാം നേരെ അപ്പുറത്തേക്ക് തന്നെ പോകും. അതുപോലെ ഇവിടെ ചെറിയ നമുക്ക് വേണ്ടുന്ന കുറച്ച് നട്ട്സ്, ഇതെല്ലാം നമുക്ക് വേണ്ടുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒന്നാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോക്കറ്റിലെടുത്തിട്ടിട്ട് ഇവർക്കെല്ലാം ഇങ്ങനെ ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി പോവാം. ഓക്കെ, അങ്ങനെ ഒരു സോഫയും കാര്യങ്ങളെല്ലാം. പിന്നെ നമ്മളെ മോൻ്റെ പ്ലേ സ്റ്റേഷൻ ഇതാ. മോൻ്റെ പ്ലേ സ്റ്റേഷൻ എന്നെല്ലാം പറയുമെങ്കിലും എന്തെല്ലാം കളിക്കൽ നമ്മളും ഫ്രണ്ട്സും വന്നിട്ടാണ്. അതുപോലെ ഇവിടെയും കുറേ നമ്മൾ പിക്ചേഴ്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടേ. ഇതെല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഓരോരോ ആൾക്കാർ വരച്ചതാണേ. അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. എന്താ
അവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് മുന്നേ നമ്മൾ മധുരയിൽ പോയപ്പോൾ നിറയെ കുതിരൻ്റെ എല്ലാം പ്രാന്തുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഒരു 25 വർഷം പഴക്കമുണ്ട് ഇതിന്, അത്രയും പഴയതാണ്. ഓക്കെ, അവിടെ നിന്നൊരു പിന്നെ ഒരാളിങ്ങനെ ഈ ആർട്ട് വർക്ക് ചെയ്തിട്ട് വിൽക്കുന്ന ആളുടെ നിന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നൊക്ടോണൽ ആനിമലിനെ കാണാൻ വേണ്ടിയിട്ട് പോവാം. വാ. ഓ, ഇതാരാന്ന് നോക്കിയേ, നമ്മുടെ പൂപ്പി എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടാ. ഇവർ രാത്രി ഉണ്ടല്ല ചെരുപ്പ് എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് ചെരുപ്പെല്ലാം നമ്മൾ ഫുള്ള് ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇവന്മാർ ചെരുപ്പിൻ്റെ ആശാന്മാറാണ്. പൂപ്പിക്കുട്ട ബാ 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 ബാ. ഐ ഡേവിസ് എന്താ, ആദ്യം നമ്മൾ ഈ ചെറിയ ഡോഗ്സിന്, ചെറിയ ബ്രീഡ്സിനെല്ലാം പുറത്തേക്ക് വിടാം. ഒരു 8 മണി മുതൽ ഒരു 10-11 മണി വരെ ഇവരാണ് പുറത്തുണ്ടാവുക. അതിന് ശേഷമാണ് നമ്മുടെ മാംബോവും, ഇപ്പോൾ മാംബോയിലുണ്ട്, ഓരോ ഏരിയയിലുണ്ടായി. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വിടണമെങ്കിൽ ഇപ്പോൾ നമ്മൾ എല്ലാവരും കയറി ഇറങ്ങിയാലും ചെയ്യുന്ന സ്ഥലമല്ല. അതുകൊണ്ട് ആദ്യം ഈ കുട്ടികളെല്ലാം തുറന്നു വിടും. ഇവരെല്ലാം കുറേ ഓടിക്കളിച്ചതിന് ശേഷം മാത്രമാണ് രാത്രിയാകുമ്പോൾ നമ്മുടെ മാംബോ, കിമ്മിച്ച്, റാമോസ് ഇവരെല്ലാം വിടും. ഇപ്പോൾ ഇവരെല്ലാം ഉണ്ട്, ഇടയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ ഇവരെല്ലാം തുറന്നു വിട്ടിട്ടുണ്ടാവുക. അതിങ്ങനെ ഏരിയ മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇവരെല്ലാം ഇവിടെ കളിക്കട്ടെ, നമുക്ക് നമ്മളെ ആനിമൽസിൻ്റെ അടുത്ത് പോവാം. അതേപോലെ അവർക്ക് നമുക്ക് ഫീഡ് കൊടുക്കാം. ഓക്കെ, ഇന്ന് ഒറ്റ സ്ട്രക്ചർ വീഡിയോ ഒന്നും തോന്നില്ല, വലിയ വീഡിയോ ആയി തോന്നില്ല, കുഴപ്പമില്ല, ഇത് അങ്ങനെ പോട്ടെ. ഓക്കെ, വാ. ഇതാണ് നമ്മളെ ചാനലിൽ കാണുന്നുണ്ടോ, വീഡിയോയിലൊന്നും കാണുന്നുണ്ടാവില്ല അല്ലേ? ഇതാ മിമ്പി വന്നിട്ട്, മിമ്പി കുട്ടാ, വാ, എന്തോ എടുത്തോണ്ട് വന്നാന്നേ, വാ. ഇതേട്ടാ നല്ല രസമാണ്. ഓ ബേബി, ഇവർ ഭയങ്കര എന്താ പറയുക, എല്ലാം പൊസസീവ്നെസ്സിൻ്റെ ഉസ്താദുമാരാണ്. ഒരാളെ സ്നേഹിക്കുന്ന മറ്റേക്ക് ഇഷ്ടപ്പെടില്ല. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ലാസ്റ്റ് ഇതെല്ലാം കൂടി എന്നെ കടിക്കും. കണ്ട ബേബി. ഇതിനെടുക്കാൻ വേണ്ടി വണ്ടി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ നൊക്ടോണൽസിനെല്ലാം കാണിക്കാം. ഓക്കെ, ഫുഡ് കൊടുക്കുന്നതൊക്കെ. അതുപോലെ നമ്മളെ പെറ്റ് സ്റ്റേഷൻ്റെ പുറത്തെ ലൈറ്റുകൾ കണ്ടാ അങ്ങനെ ഉണ്ട്. ഇതിൻ്റെ ചെറിയ ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചാൽ അങ്ങനെ ഉണ്ട് നോക്കണേ. നല്ല അഭിപ്രായം പറയണം കേട്ടാ. ഇത് ഓഫാക്കാം അല്ലേ? എങ്ങനെയുണ്ട് സെറ്റപ്പ്? ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കാം, നല്ല രസം, നല്ല കാറ്റ് ഇങ്ങനെ വരും. ഇങ്ങനെ ഇരിക്കാൻ എന്താ പറയുക, ഇതെല്ലാം നമ്മളൊരു ഡ്രീമാണ്. ആ ഡ്രീമിൽ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും. ഭയങ്കര രസം. ഓഫ് ചെയ്യട്ടെ? കണ്ടിട്ടില്ല? എല്ലാവർക്കും ഇഷ്ടമായിനാ? ഇവിടെ നമ്മളെ മറ്റേ സൽക്കട്ടുണ്ട് കേട്ടോ. ഇതാ എല്ലാവരും ഉറങ്ങിയെന്നുട്ടാ. അതിൻ്റെ അകത്താണ് ഹീറ്റ് പാഡും കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ വന്ന് കിടന്നോളൂ. ഇപ്പോൾ ഡേവിസ് കുട്ട, പൂപ്പിക്കുട്ട, ബാ. മതി. ബാപ്പ നമുക്ക് ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് പോവാ. ബാ ഇവിടെ മക്കളെ എല്ലാവരും ബാ. ഇവരെല്ലാം ഒരുമിച്ച് തന്നെ വരും കേട്ടോ. ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് തന്നെ നടക്കും. നല്ല രസം. ഇവിടെ മക്കളെ ഒട്ടകം ഒരാൾ പുറത്തുള്ളതെന്നോ അല്ലേ? അപ്പോൾ ഇതാ നമ്മൾ ഒട്ടകത്തിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടേ. പിന്നെ ഇപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടി, ഈസി ആയിട്ട് കയറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ റോഡിലേക്ക് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അതാകുമ്പോൾ വണ്ടി ഇറക്കി വെക്കുക ഈസി ആയിട്ട്. അല്ലെങ്കിൽ കാലെടുത്ത് വെച്ച് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കൂലേ? കലി കണ്ട നല്ല 1.5 സൈസാണ്. ഞാൻ നിന്നിട്ട് നോക്കിയേ. എന്താ ഗുഡ് ബോയ് ബേബി, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. വാ, നല്ല മോനാന്നേ. വാ. എന്തായാലും ഈ ഇഷ്ടമുള്ള ആൾക്കാർ പോകുമ്പോൾ ഒരു പ്രശ്നം തന്നെയാണ്. എന്ത് വന്നു കഴിഞ്ഞാലും വട വട വട. വാ. വാ 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 വാ. വാ. ഇരിക്കണോ? വാ വാ വാ. വലിച്ചോളൂ കയ്യില്ലേ സേ? നമ്മൾ പിന്നെ കുറച്ച് റഫായിട്ട് പെരുമാറൽ കുറവാണ്. കൈലാസാകുമ്പോൾ അത്യാവശ്യം റഫായിട്ട് പെരുമാറിക്കോളൂ. ഓ ഈസി ആയിട്ട് കയറുന്നുണ്ടല്ലോ. ബക്കരിക്കാം.
ഒന്നുമില്ലടാ, കയറിക്ക. ഏയ് 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 കലി 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 അയ്യോ അപ്പോൾ നമ്മളെ കലി കയറി പോക്കെ കേട്ടാ, ഈസിയായിട്ട് കയറിയിട്ടുണ്ട്. വെലിങ്ങനെ പാടുപെട്ടിട്ടില്ല. തിന്നോ നോക്കാം, ഫുൾ ടെൻഷനിലായിരിക്കും. എന്നാലും നോക്കാം. തിന്നോടെ തിന്നോ. ആ കഴിക്കുന്നുണ്ട് കേട്ടാ. ഓക്കെ, റിലാക്സ് ആണ്, കുഴപ്പമൊന്നുമില്ല. ആ ഇതൊന്ന് മാറ്റാം, ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഓക്കെ കലി ബേബി എന്നാ. ആ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല സ്ഥലത്തേക്ക് തന്നെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. ആ അയ്യവാ, നല്ല ക്യാരറ്റെല്ലാം തിന്ന് സെറ്റായിട്ട് തന്നെ പോകുന്നുണ്ട് കലി. ഓക്കെ, അപ്പോൾ പോയിട്ട് വാ. നമുക്കൊരു ദിവസം കാണാൻ വേണ്ടി പോവാം അല്ലേ? കല്ലിനെ കാണാൻ വേണ്ടി നമ്മൾ പോകുന്നതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഗുഡ് ബോയ്. ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാം ഇറങ്ങാം. ഇവനടക്കം നമുക്ക് കാണാൻ വേണ്ടി പോവാം. എന്തായാലും നല്ല സൈസെല്ലാം നല്ല ഉഷാറായി സെറ്റായി വന്നതാണ് കേട്ടോ. സൈസ് കണ്ടിട്ടില്ലേ? അപ്പോൾ ബോഡിയിൽ നല്ല കയറി അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ കലിനെ കയറ്റി പിന്നെ ശരിക്കും വണ്ടിയിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇരുന്ന് നമ്മൾ കയറുകൊണ്ട് നല്ല മൊത്തത്തിൽ ലോക്കാക്കിയിട്ട് ഇതാ ആൾ പോക്കെ കേട്ടോ. ഇല്ല തന്നെ പോവാ. ആ ഓക്കെ, വലൈക്കും സ്ലാം. ഒന്ന് ജസ്റ്റ് നിർത്തണേ, ഒന്ന്. ആ ഇതാ ബൈ പറഞ്ഞി. ഓക്കെ, ഇതാ കൊണ്ട് ഞാൻ കാണിക്കാം. ഇതാ അപ്പോൾ നമ്മളെ കലി പോക്കായി നല്ല പാക്ക് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ല, സെറ്റ് തന്നെ. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ നമുക്ക് സ്കങ്കിനെല്ലാം നമ്മൾ ലൈറ്റ് ഇടുന്നതിന് മുന്നേ അവരെന്താ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ. ഈ നൊക്ടോണൽ ആനിമൽസ് രാത്രി എന്താ ചെയ്യുന്നു എന്നുള്ളത്. ഇതാ വാ നീ ഫ്ലാഷ് അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാണൂലല്ലോ. ഇതാ സ്കങ്കിനെ ആദ്യം കാണിക്കുക. ഇതാ നല്ല എന്താ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടാ, അടിപൊളി. ഇതാ അടുത്ത നമ്മുടെ ബുഷ് ബേബി. അതൊക്കെടാ പകൽ നോക്കുമ്പോൾ എപ്പോൾ ഉറങ്ങുന്നുണ്ടാവും, രാത്രി നോക്കിയേ ഏതാ ആക്റ്റീവ്. ശരിക്കും നമ്മൾ മെരൂനെല്ലാം പോയിട്ടുണ്ടല്ലേ ഇങ്ങനെ രാത്രി കാണാൻ. ശരിക്കും മൂങ്ങൻ്റെയും മെരൂൻ്റെ എല്ലാം എല്ലാ സ്വഭാവം ഉണ്ട് കേട്ടോ. രാത്രി വാലെല്ലാം കണ്ട ശരിക്കും നമ്മളെ പേർഷ്യൻ ക്യാറ്റിൻ്റെ വാല് പോലെ നല്ല വീതി തട്ടിച്ചിട്ട്. പകൽ അതെല്ലാം ഇങ്ങനെ ചുങ്ങിയിട്ടുണ്ടാവും, അത്ര ഈ വീതിയൊന്നും തോന്നൂല, രോമൊന്നും. അപ്പോൾ ലൈറ്റ് ഓൺ ചെയ്യും, മതി ഇത് മാത്രം മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മാത്രം ലൈറ്റ് ഇട്ടിട്ടുണ്ടേ. ഇതാ ഇവരെ നമ്മളിപ്പോൾ ഫീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നേ. എങ്ങനെ ഉണ്ട് നോക്കാം. ഫീഡ് എടുക്കുന്ന ഭയങ്കര ഫാസ്റ്റായിട്ട് എടുക്കുന്നതാണ്. ആപ്പി ഒന്ന് പിടിച്ചേ. ഇതാ അല്ല പണിയാക്കൂടാ, ഇങ്ങോട്ട് വന്നേ. ഡേവിസ് അങ്ങോട്ട് പോ, ഇവിടെ അതിനെ അങ്ങോട്ടാക്ക്. അല്ലെങ്കിൽ പിന്നെ സ്കങ്ക് ചിലപ്പോൾ എന്താ പറയുക സ്റ്റിങ് ചെയ്തിനെങ്കിൽ പണിയാവും. ഇതാ മോനെ സ്കങ്ക് കൂട്ടാ. ഇതാ സ്കങ്ക് പിടിക്കുന്നതാണ് നമുക്ക്. എന്താ ഇങ്ങനെയാണ് രാത്രി ഇവർ ഫീഡെടുക്കുക. കണ്ടാ രാത്രി ഇവർക്ക് പ്രത്യേക കഴിവ് വന്നിട്ടാ ഫീഡെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല അറ്റക്ക് പകലെങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കുറേ നേരം കളിക്കും. അതിന് ശേഷം മാത്രമേ ഇവർക്ക് ഉള്ളിൽ കയറും, അല്ലെങ്കിൽ നായി ബാക്കിലേക്ക് കയറും. ഇവർക്ക് പകൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിടിക്കാൻ ഭയങ്കര പണിയാണ്. രാത്രി എത്ര ഫാസ്റ്റായിട്ട് പിടിച്ച് നോക്കിയാൽ. കണ്ടാ അതിനെ സിമ്പിളായിട്ട് അടിച്ച്. അപ്പോഴത്തേക്ക് ഈ ഇവിടുന്ന് രണ്ടാൾക്കാർ പുറത്തുനിന്ന് ഇങ്ങനെ അകത്തോട്ട് കയറാൻ നോക്കുന്നുണ്ട്. സ്കങ്കിനെ ഇവർക്ക് പിടിക്കണ്ടേ, നമ്മൾ ഡോഗ്സിന്. ഇത്രയേ ഉള്ളൂ. എന്താ ഇതാണ് നമ്മുടെ
കാട്ടിലെല്ലാം രാത്രി ജീവിതം ഇങ്ങനെയെല്ലാം ആൾക്കാരെല്ലാം പിടിച്ച് ഇവരെല്ലാം ഇങ്ങനെ തിന്നിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും എന്തിനാ ഇത്ര നല്ല ഭംഗിയുള്ള എലിന് ഇട്ട് കൊടുത്തതെന്നൊക്കെ. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് നമ്മളെ ഇതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി മാത്രം ഇഷ്ടംപോലെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഡെയിലി പ്രസവിക്കുന്നുണ്ട്. അത്രയധികം എല്ലാം നമ്മൾ ഇതിനു വേണ്ടി മാത്രം വളർത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെറ്റ് ചെയ്ത് വളർത്തുന്ന എലി കുറച്ചെണ്ണം ഉണ്ട്, അതിന് നമ്മൾ കൊടുക്കില്ല. ബാക്കി ഇതിനു വേണ്ടി മാത്രം ഫീഡിങ്ങിന് വേണ്ടി മാത്രം ഇഷ്ടംപോലെ എലികൾ നമ്മളിങ്ങനെ ഇതേപോലെ ബ്രീഡ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ നമ്മളിങ്ങനെ ഓരോന്നിനും എടുത്തിട്ട് കൊടുക്കുകയോ ചെയ്യാം കേട്ടോ. അതാ അതിനൊക്കെ ഒന്ന് തിന്ന് അതിപ്പോൾ ഒരു സൈഡിൽ കൊണ്ടുവച്ച് മൂലക്ക് കൊണ്ടുവച്ചിട്ട് പതുക്കെ കഴിക്കുകയോ ചെയ്യാം. മുനീറിനെ പാടുപെടുത്തുന്നുണ്ടല്ലേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ആ അവരൊന്ന് മെല്ലെ കഴിച്ചോട്ടെ, മുനി മെല്ലെ ഇറങ്ങിക്കോ ബാ. നമ്മൾ 2 ഡേവിസും ഇതും ഇവരുടെ ബാക്കിൽ തന്നെ കളിക്കുന്നുണ്ട്. എന്താണെന്ന് പിടിച്ച് തിന്നു നോക്കിയിട്ട് നോക്കിയേ, നമ്മളെ മിൻപിൻ്റെ കളി നോക്കിയേ. അതുപോലെ ഇവരും ഭയങ്കര ഹണ്ടറാണ് കേട്ടോ. ചെറിയ ഈ എല്ലിനെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഓടിച്ച് പിടിക്കാനും ഇതിനെല്ലാം ഭയങ്കര സമർത്ഥന്മാരാണ്. അതുകൊണ്ട് ഈ ചെറിയ ചെറിയ ഇഴജന്തുക്കളെല്ലാം പിടിക്കാൻ ഇവന്മാർ കഴിച്ചിട്ടല്ലോ കേട്ടോ. അതുകൊണ്ട് ഈ പൂപ്പിയും മിൻപിനിയും ഉണ്ടല്ലോ എല്ലാ ഇടയിലേക്കൂടും ചെറിയ ചെറിയ ഗ്യാപ്പിലും എല്ലായിടത്തും കയറുകയും ചെയ്യും. ഒരു ഗേറ്റും പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നമ്മൾ എന്തിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നേ ബാ. ഇതാ ശരിക്കും ബുഷ് ബേബി എന്തിനാണ് നോക്കുന്നത്, ഈ ഡോഗ്സിനെല്ലാം നോക്കുന്നു. അതുപോലെ ഇവർക്ക് നമ്മൾ പിന്നെ ഫ്രൂട്ട്സിൽ ഗ്രേപ്പ് കൊടുക്കുന്ന ഒരേ ഒരു ജീവി ശരിക്കും ബുഷ് ബേബിയാണല്ലോ. ബുഷ് ബേബിയും നമ്മുടെ പാരറ്റിലാണെങ്കിൽ നമ്മൾ പാരറ്റിലല്ല നമ്മൾ ടൗക്കനും കൊടുക്കാറുണ്ട്. ആയി നോക്കി നോക്കിയേ. ആ നമുക്കൊരു എല്ലാം കൊടുക്കാമല്ലോ. നമുക്കൊരു കാര്യം ചെയ്യും, ഇതിനെ തന്നെ കൊടുക്കാം. ഇതാ ഇതൊക്കെ വാ നമുക്ക് ഇട്ട് കൊടുക്കാം. വാ കഴിച്ചോ. ഓ എന്ത് ഫാസ്റ്റായിട്ടാണ് പിടിച്ചു നോക്കിയേ. രാത്രി കാലങ്ങളിൽ നമ്മൾ മെരു ഇതെല്ലാം ഇതേപോലെ തന്നെ ഫുഡ് എടുക്കുക കേട്ടോ. മെരുവെല്ലാം നമ്മളെ പണ്ട് എത്ര പ്രാവിനെല്ലാം പിടിച്ചതെന്നറിയോ. ഏയ് അടുക്കട നീ മുന്നിൽ നീ അകത്ത് കയറ്, അല്ലെങ്കിൽ നായി വേക്കുന്നേ കളിക്കും. അയ്യവ കണ്ടാ, ഇവന് പിന്നെ ഒരു മഴയില്ലാത്ത ഫുഡ് കഴിക്കലാണ്. തല പിടിച്ചിട്ട് കാലെല്ലാം കഴിച്ച് തിന്നു. ഇതിപ്പോൾ അതിനെ ശരിക്കും തലേനെ കടിച്ച് കൊന്നിട്ടൊക്കെ കഴിക്കുന്നു. എന്നാലും ഇത് എന്താ പറയുക, പിന്നെ മനസ്സിന് കട്ടിയില്ലാത്തവർക്ക് കാണാൻ കഴിയില്ല. അവർ ക്രൂരമായിട്ടുള്ള തീറ്റയാണ്. പിന്നെ ഇതെല്ലാം നമ്മളെ എന്താ പറയുക, ഇതിൻ്റെ ഒരു നിയമമാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൂടുതൽ കാണിച്ചിട്ട് അത് കാണാൻ പറ്റാത്ത ആൾക്ക് വിഷമാക്കണ്ട. ഇറങ്ങിക്കോ, കുറച്ച് ദൂരത്ത് നിന്ന് കാണിച്ചു, എന്നാൽ പ്രശ്നമില്ല. എന്താ കഴിക്കുന്നുണ്ടാ. ഇതാണ് നമ്മുടെ നൈറ്റിൽ ആക്റ്റീവ് ആകുന്ന ജീവികളുടെ ഒരു രീതി. അതേപോലെ നൈറ്റിൽ ആക്റ്റീവ് ആകുന്ന വേറെ 1-2 ആൾക്കാരില്ലേ, ഇതിനെ കഴിച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം തിന്ന് തീർന്നിട്ടാ. സ്കങ്ക് ഏകദേശം തിന്ന് കഴിഞ്ഞ്. അതാ ഞാനിവിടെ പറഞ്ഞത്, കയറുമ്പോൾ നേരെ ഉള്ളിലേക്ക് കയറണം, അല്ലെങ്കിൽ പണിയായി പോകും. നായ ഉള്ളിലേക്ക് കയറിയെങ്കിണ്ടല്ല സ്കങ്ക് സ്റ്റിങ് ചെയ്യും. സ്റ്റിങ് ചെയ്തിനെങ്കിൽ പിന്നെ നായിൻ്റെ കാര്യം പോക്കാം, നമ്മളെ കാര്യം പോക്കാം, മൊത്തത്തിൽ പോക്കാം. മുനീറാകെ ബേജാറായിപ്പോയി. അപ്പോൾ അതിനെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ 1-2 നൊക്ടോണൽ ആനിമലില്ലേ, അതിനും കൂടി കണ്ടിട്ട് പോവാം. അതുപോലെ പോകുന്ന വഴിക്ക് നമ്മളെ പാമ്പുകളെല്ലാം ഇതേപോലെ രാത്രി നല്ല ആക്റ്റീവായിട്ട് ഉണ്ടാവില്ല കേട്ടോ. എന്താ ജസ്റ്റ് കാണിച്ചേ. അല്ലേ പിന്നെ സാധാരണ ഇങ്ങനെ മേലേക്കെല്ലാം ഇങ്ങനെ കയറിയിട്ടുണ്ടാവും. നമ്മുടെ റെഡ് ടെയിൽ ബോവ, അതുപോലെ പൈത്തൺസ് എല്ലാം നല്ല ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടാവില്ല. എന്താ ഇതാ ഇതൊക്കെ മറ്റേ റെഡ് ടെയിൽ ബോവ നോക്കണ്ട. അയ്യവ അതേപോലെ കോൺ സ്നേക്ക് ഇതാ എല്ലാം ആക്റ്റീവ് തന്നെ ഉണ്ടാ. ഈ സമയത്ത് ഫുഡ് കൊടുത്താൽ നന്നായി പെട്ടെന്ന് എടുക്കും. അതേപോലെ നമ്മുടെ ഗ്രീൻ ട്രീ എന്താ എല്ലാവരും നല്ല സ്റ്റൈലായിട്ട് ചെയ്താ. നമ്മുടെ കുറുപ്പ് വെക്കുന്ന നോക്കിയതാ മേലെ കയറിയിട്ട് കണ്ടാ. ഇവനല്ലെങ്കിലും രാത്രി സഞ്ചാരിയാണ്. നമുക്ക് കുറേ പണി തന്നല്ലേ, ഓർമ്മയില്ലേ, നമ്മൾ ഗുഹയിലും നമ്മളെ കുറുപ്പിനെ കൊണ്ടാണ് പൊളിച്ചത്. അതുപോലെ നമ്മുടെ ഗിർബൽ ഇതാ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നു. ഗിർബൽ ഇതെല്ലാം പകൽ ഉറക്കമാണ്, കണ്ടാൽ വിചാരിക്കും ചത്തതാണ്. ഇതെല്ലാം നൈറ്റിൽ ആക്റ്റീവ് ആകുന്നതാണ്. നല്ല ശരിക്കും ആക്റ്റീവ് ആകുന്ന ടീംസിനെ കാണിച്ചത്. റാബിറ്റെല്ലാം നൈറ്റിൽ ആക്റ്റീവ് ആവും കേട്ടോ. അതേപോലെ ശരിക്കും ആക്റ്റീവ് ആകുന്ന ആളെ കാണാനാ പോകുന്നമോ നമ്മളെ ജെർബോ. ഇവരാണ് പകലെപ്പോൾ ഉറങ്ങുന്നത് കാണാം, രാത്രി ഇതാ നല്ല ആക്റ്റീവായിട്ട് കണ്ടാ.
ശരിക്കും അത് സാധാരണ നമ്മൾ പകൽ നോക്കുമ്പോൾ എപ്പോഴും ഈ ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങുന്നേ കാണാം. അപ്പോൾ നോക്കിയേ, അയ്യവാ എന്താ ഇത്, പിന്നെ രാത്രി ഫുൾ ടൈം നല്ല ആക്റ്റീവാണ്. നോക്കിയേ, ശരിക്കും എല്ലാം പോലെ ഉണ്ടല്ലോ, ഇങ്ങനെ കാണുമ്പോൾ കങ്കാരും എല്ലാം കൂടി എല്ലാം മിക്സ് ചെയ്തതോ. എങ്ങനെയുണ്ട്? നോ നോ നോ, ഇതെല്ലാം കൂടി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനൊരു പണിയാണ് കേട്ടോ. ഡോഗ്സിനെ നമ്മൾ ഇവരെല്ലാം കൂട്ടിലാക്കിയതിന് ശേഷമല്ലേ പുറത്ത് വിടുന്നുള്ളൂ. ഇനി നമുക്കാരെ കാണണ്ടേ? ഇത് നമ്മുടെ പ്രേരി ഡോഗ് പിന്നെ പകലാണ് ആക്റ്റീവ്. ഇപ്പം നമ്മൾ ലേറ്റ് അടിച്ചപ്പോൾ എണീറ്റതാണ്. അതുപോലെ ഗപ്പിയിൽ രാത്രി ഉറങ്ങുന്നുണ്ടോ? ഗപ്പിയിൽ ഉറങ്ങുന്നുണ്ടോ? ഇതെല്ലാവരും താഴെ കണ്ടാ ഫുള്ളായിട്ട് എല്ലാവരും കിടന്നുറങ്ങുന്നതാ. 1-2 എണ്ണം മാത്രമേ ആക്റ്റീവ് ഇല്ലൂ, കുറച്ചെണ്ണം മാത്രം. അല്ല, ഇവരെല്ലാം ആക്റ്റീവ് തന്നെ. നമ്മുടെ ഗെക്കോസ്. പിന്നെന്താന്ന്, ഗ്ലൈഡറിനെയും കൂടി കാണിക്കാം അല്ലേ? ഗ്ലൈഡർ രാത്രി 2 എണ്ണം മാത്രം ഇവിടെ ഒരു കൂട്ടിലുണ്ട്, അവരെ കാണിച്ചിട്ട് പോവാം. അതേപോലെ ഇതാ ഗ്ലൈഡർ. ഇതാ രാത്രി നമ്മൾ ലൂസിയും ഉണ്ട്, അതുപോലെ നോർമലും ഉണ്ട്. ആക്ടിവേറ്റ് ഓടി കളിക്കുന്നുണ്ടാ? പകൽ എപ്പോൾ നോക്കിയാൽ ഈ പയ്യന്മാർ ഉറക്കിയിരിക്കും. ഇതുണ്ടാ കുറച്ച് കൂറകളും ഉണ്ട്, ഇവർ ഇനല് നന്നായിട്ട് കഴിക്കും. രാത്രി ഇവരെ ഹണ്ട് ചെയ്യലാണ് ഇവരുടെ മെയിൻ പരിപാടി. എന്താ ആക്റ്റീവ് നോക്കിയേ, ഇവിടെ എല്ലാം ഇതാ ഉണ്ടാ. ഇതെല്ലാം രാത്രി കാലങ്ങളിൽ ആക്റ്റീവാകുന്ന ജീവികളാണ് കേട്ടോ. നമുക്ക് പെറ്റ് സ്റ്റേഷനിൽ നൈറ്റ് ടൂർ ആക്കണം അല്ലേ? എങ്ങനെയുണ്ട്? ഹലോ, ഇതാ ശരിക്കും രാത്രി ആക്റ്റീവ് ആകുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലേ? എവിടെ ഇപ്പം ഉണ്ടായില്ല, പോയാ എവിടെ? അതാ അതാ ഉണ്ട് ഇതാ. ഇവരെല്ലാം നല്ല ശരിക്കും ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ആക്റ്റീവ് ആക്കിക്കോളും. ഓക്കെ, അടിപൊളിയല്ലേ? അങ്ങനെ ഉണ്ടായിന് നമ്മുടെ പെറ്റ് സ്റ്റേഷൻ്റെ രാത്രി കാഴ്ചകൾ. മാംബോ മാംബോ വാ, ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് മാംബോ ബേബി. മാംബോനെ കണ്ട സൈസ് കണ്ട? ഹേയ് ബേബി ബേബി. ഇവനാണ് ഭയങ്കര പോസിറ്റീവ് കേട്ടാ. ആരും പിടിക്കുമ്പോൾ ഇവ വന്നിട്ട് ഇടങ്ങാറാക്കും നമ്മളെ പിന്നെ ഡേവിസ്. അപ്പോൾ നമ്മളെ നൈറ്റിൽ വലിയ വലിയ ഡോഗ്സിനെ എല്ലാത്തിനും വിട്ടു തുടങ്ങിയ റൂബിനെ വിട്ട്, പിന്നെ റോക്സിനെ വിട്ട്, മാംബോനെ വിട്ട്, മറ്റുള്ള ആൾക്കാരെല്ലാം അപ്പുറത്തെ സൈഡിൽ വിട്ടിട്ടുണ്ട് കേട്ടോ. ഗുഡ് ബോയ് ഗുഡ് ബോയ്. നല്ല രസമാണ് ഇവരോട് കളിക്കാൻ. ഗുഡ് ബോയ്. കുതിരക്കൊന്ന് ട്രീറ്റ് കൊടുത്തേക്കാം. വാ ബോണിക്കുട്ടാ, ബോണിക്കുട്ട. ബോണിക്ക് നല്ല മറ്റേ മുടിയെല്ലാം മടഞ്ഞ് നിൽക്കുന്നുണ്ടാ. ടോർക്ക് ബേബി, ടോർക്ക് ടോർക്ക്. ബാ ബദാമ കൊടുക്കുന്നു, ബദാമ്. വന്നാ. നല്ല സൈസ് എങ്ങനെ ഉണ്ട് മാംബോൻ്റെ? ശരിക്കും നല്ല വലിയ പിന്നെ ആജാനുബാഹു ഡോഗായില്ലേ? ഡാ ബാ സിറ്റ്. ഗുഡ് ബോയ്. എങ്ങനെയുണ്ട് സൈസ്? എടാ ഇതിൻ്റെ ട്രീറ്റ് അല്ല, ഈ കുതിരൻ്റെതാണ്. ഇവനിക്ക് ഐ നോ 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 ഡാ അട നോ ഡാ ഏയ് 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 ബാ ഗുഡ് ബോയ്. ഇവർ തമ്മിലൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഫൈറ്റൊന്നുമില്ല. ഇങ്ങനെ ചെറിയൊരു കളികളുടെ ഭാഗം മാത്രമായിട്ടേ ഉണ്ടാവും, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിന് നമ്മളെ പെറ്റ് സ്റ്റേഷൻ്റെ രാത്രിത്തെ വീഡിയോ? അടിപൊളിയായിട്ടില്ലേ? മാംബോൻ്റെ സൈസ് ഉണ്ടല്ലോ, അറിഞ്ഞെട്ടിയാ? പൊളിയായില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.